നമസ്കാരം. എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ സൂപ്പർ താരങ്ങൾക്ക് പരിക്കേൽക്കുന്നത് ആരാധകർക്ക് വലിയ ആശങ്കയുണ്ടാക്കാറുള്ള കാര്യമാണല്ലോ. എല്ലാ വേൾഡ് കപ്പുകൾക്ക് മുമ്പും അങ്ങനെ ചില സൂപ്പർ താരങ്ങളുടെ പരിക്കും പ്രശ്നങ്ങളുമൊക്കെ വലിയ രൂപത്തിൽ ആരാധകരെ വലക്കാറുണ്ട്. ഇപ്പോഴിതാ അടുത്ത വേൾഡ് കപ്പിന് നഷ്ടമായേക്കാവുന്ന ഒരു സൂപ്പർ താരം എന്ന രൂപത്തിൽ അർണോൾഡിനെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഉയർത്തി കാണിക്കുന്നു. ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിന് ഇപ്പോൾ പരിക്ക് പറ്റി കളിക്കളത്തിന് പുറത്താണ്. റയൽ മാഡ്രിഡ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറക്കിയിട്ടുള്ള അവരുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ റിക്കവറി എങ്ങനെയാവും, പ്രോഗ്രസ് എങ്ങനെയാവും എന്നനുസരിച്ചാണ് അദ്ദേഹത്തിന് തിരിച്ചുവരവിനുള്ള സമയം നിശ്ചയിക്കാൻ പറ്റൂ എന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ളൊരു ആശങ്ക ആരാധകർക്കുണ്ട്. മുമ്പ് ഇതുപോലെ ഇംഗ്ലീഷുകാർ ആശങ്കപ്പെട്ടൊരു വേൾഡ് കപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അത് 2002 ഡേവിഡ് ബെക്കാമിന് പരിക്കേറ്റപ്പോഴാണ്. ഡേവിഡ് ബെക്കാമിന് ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനിടക്കാണെന്ന് പരിക്ക് പറ്റി. അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിന് പരിക്ക് പറ്റി. പിന്നെ വേൾഡ് കപ്പ് കളിക്കുമോ ഇല്ലയോ ആകെ ആശങ്കയും പ്രശ്നങ്ങളും. എന്നിട്ട് വന്ന് സെൻ-ഗൊരാൻ എറിക്സൺ താരത്തെ ടീമിലെടുത്തു. അർജൻറ്റീന വേഴ്സസ് ഇംഗ്ലണ്ട് കാലത്തും വീറും വാശിയുമേറിയ പോരാട്ടം. ആ കളിക്ക് ബെക്കാം ഉണ്ടാകുമോ എന്ന ചോദ്യമൊക്കെ ഉയർന്ന സമയമാണ്. അന്ന് ബെക്കാമിന് പരിക്ക് പറ്റി UCL മത്സരത്തിൽ. അതിൻ്റെ കാരണം ഒരു അർജൻറ്റീൻ താരത്തിൻ്റെ ടാക്കിളായിരുന്നു. അത് അർജൻറ്റീൻ താരം മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പോലും അന്ന് പലരും പ്രചരിപ്പിച്ചു. അങ്ങനെയുള്ള തിയറികളൊക്കെ വന്നു. ഫ്രെഡോ ഡ്യൂഷർ എന്നായിരുന്നു ആ താരത്തിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. ഡ്യൂഷർക്ക് അന്ന് അർജൻറ്റീനയുടെ സ്ക്വാഡിൽ ഇടം ലഭിക്കില്ല, പക്ഷേ കോച്ചിൻ്റെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന തരത്തിൽ പോലും പലരും കോൺസ്പിറസി തിയറികളൊക്കെ ഉയർത്തി. പക്ഷേ വേൾഡ് കപ്പ് ആയപ്പോൾ എന്ത് സംഭവിച്ചു? യെസ്, ഡേവിഡ് ബെക്കാം അർജൻറ്റീനയ്ക്കെതിരെ കളിക്കളത്തിൽ ഇറങ്ങി. അന്ന് പെനാൽറ്റി ഗോൾ, ബെക്കാമിൻ്റെ പെനാൽറ്റി ഗോളിൽ അർജൻറ്റീന അന്ന് വീണുപോയി ഇംഗ്ലണ്ടിനോട്. അതുപോലെ മറ്റൊരു ഇംഗ്ലണ്ട് താരത്തിൻ്റെ പരിക്ക് ഇപ്പോൾ അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇപ്പോൾ നോക്കുക, ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഇല്ലാതെ തന്നെ ഇംഗ്ലണ്ട് മികച്ച രൂപത്തിൽ കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. റയൽ മാഡ്രിഡിൻ്റെ റൈറ്റ് ബാക്കിന് ഈ ഇഞ്ചുറി പറ്റിയത് സെപ്റ്റംബർ മാസത്തിലാണ്. അന്ന് സാബിയോ അലോൺസോ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അത്ര വലിയ പ്രശ്നമില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്, അധികം വൈകാതെ അദ്ദേഹം സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയേക്കും എന്നുള്ളതാണ്. പക്ഷേ അന്ന് വിചാരിച്ചതിനേക്കാൾ ഇപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആണ് കാര്യങ്ങൾ എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഏതായാലും ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഒരു കൊല്ലത്തോളമായി. അതാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം അതിനുശേഷം അദ്ദേഹം ഇല്ലാതെ ആ പൊസിഷനിൽ മറ്റ് താരങ്ങളെ വെച്ച് തോമസ് ടൂഷേൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയും അദ്ദേഹത്തിന് പരിക്ക് മാറിയില്ലെങ്കിൽ, തീർച്ചയായിട്ടും നവംബർ മാസത്തിലെ കോളപ്പിലും അദ്ദേഹം ഉണ്ടായില്ലെങ്കിൽ വേൾഡ് കപ്പ് സ്പോട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെടാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട് എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും അർണോൾഡിൻ്റെ കാര്യമെന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി എറാഫ് ടോക്സിൽ എത്താം.